എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വീട് മാറിയതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീട് മാറിയിട്ട് എല്ലാം ഒതുക്കി പെറുക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. കാരണം ഞങ്ങൾ പാല് കാച്ചി ചടങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പാല് ഇങ്ങനെ കാച്ചിയിട്ട് ചായ ഇട്ട് അങ്ങ് കുടിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഏത് വീട്ടിൽ കയറിയാലും ഞങ്ങൾ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. കാരണം ആരോ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് പുതിയ വീട്ടിലോട്ടാണ് പാല് കാച്ചി കയറേണ്ടത്. എനിക്കുള്ളതാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ ഈ അമ്പലത്തിൽ എന്തായാലും കുറച്ച് വഴിപാട് പൂജയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി എല്ലാവരുടെയും പേരിൽ ഇങ്ങനെ ഒരു ദിവസത്തെ പൂജ അങ്ങനെയൊക്കെ സംഭവങ്ങളും പിന്നെ ഗണപതി ഹോമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് തൊഴുത് അമ്മയോട് പറഞ്ഞു. തൊട്ടടുത്തല്ലേ അമ്പലം, അതുകൊണ്ട് പെട്ടെന്ന് പോയി കേട്ടോ. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ ചായ ഇടുകയാണ് കേട്ടോ. പാല് തിളപ്പിച്ചു, എന്നുവെച്ച് തിളപ്പിച്ചിങ്ങനെ പോകാനൊന്നും നിന്നില്ല കേട്ടോ. ഇങ്ങനെ പാല് കാച്ചത്തില്ലേ നമ്മൾ പുതിയ ഹൗസ് വാമിങ്ങിന്, അങ്ങനെയില്ല. ജസ്റ്റ് ഒന്ന് ഇതായിട്ട് ചായ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ചു കേട്ടോ. അപ്പം എന്താ പറയേണ്ടത്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുവരെ ഞങ്ങൾക്ക് നല്ലൊരു സെറ്റായിട്ടുള്ളൊരു വീട് കിട്ടിയിട്ടില്ല. എല്ലാം ഇച്ചിരി പഴയതായിരുന്നു. പക്ഷേ ഇത് എല്ലാ സൗകര്യത്തോടു കൂടി നല്ലൊരു വീട് കിട്ടി. അതിൻ്റെ സന്തോഷം നല്ല രീതിയിലുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വെയിറ്റ് ചെയ്യുക, നമ്മൾ അത്രയേ ഉള്ളൂ. നല്ല ക്ഷമയോടിരിക്കുക, ദൈവം എല്ലാം നമുക്ക് കൊണ്ടുതരും. മാക്സിമം ഭഗവാനെ വിളിക്കുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ ഇച്ചിരി ഭക്തി കൂടിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നുകുട്ടി എപ്പോഴും എന്ത് പറഞ്ഞാലും ഞാൻ ദൈവത്തിനെ ഇങ്ങനെ പറയുമ്പോൾ പൊന്നു പറയും, അമ്മയ്ക്ക് ഭക്തി കൂടിയോ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊന്നുമില്ല, പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കേട്ടോ. അങ്ങനെ കൂടുതൽ കുറവൊന്നുമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ അമിതമായിട്ടില്ല. ഒന്നും നമ്മൾ അമിതമായി പാടില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ പാല് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞുങ്ങളില്ല കേട്ടോ. കുഞ്ഞുങ്ങൾ രാജേഷൻ്റെ വീട്ടിലാണ്. അവർ 2 ദിവസം അവിടെ കേട്ടോ കിടന്നത്. എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചു. അല്ല ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ കിടന്ന് പിന്നെ അവർ കിടന്ന് ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓടരുത് ചാടരുത് എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ ഒരു രീതി അല്ല കേട്ടോ. ഓടല്ലേ ചാടല്ലേ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ അങ്ങനെ ഞങ്ങൾ പറയല്ല. ആ രീതി തന്നെയായിരിക്കും. പിന്നെ എല്ലാം കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ കടയിൽ കിടന്ന് ഓടുമ്പം നമ്മൾ അവരോട് ഇങ്ങനെ മാറ് വേണ്ട എന്നൊക്കെ പറയാം. അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ തന്നെ നിർത്തിയിരിക്കുന്ന കേട്ടോ. പക്ഷേ ഇന്നിങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഇത് തിങ്കളാഴ്ച കേട്ടോ. അവരെ സ്കൂളിൽ വിട്ടിട്ടില്ല. മൺഡേ അടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ സ്കൂളിൽ എന്തായാലും മൺഡേ വിട്ടില്ല. ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു എല്ലാം ഒന്ന് ഒതുക്കി പിറക്കിയിട്ട് ട്യൂസ്ഡേ തൊട്ട് പുതിയ വീട്ടിൽ നിന്ന് പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പൊന്നുവിനോടും കണ്ണനും. പൊന്നുവിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ സ്കൂളിൽ പോകാതിരുന്ന. അപ്പോൾ ദേ ചായ പാല് തിളച്ചോണ്ട് ഇത് തിളച്ച് തൂകുമ്പോൾ കിഴക്കോട്ടാണ് കേട്ടോ വീഴേണ്ട ആ ഒരു രീതിയാണ്. ഞാനത് അണ്ണനോട് പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ വീഴ്ത്തിയില്ല, താഴോട്ട് വീഴ്ത്തിയില്ല കേട്ടോ. അപ്പം ഞാനും ചായ ഇട്ടു കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗേറ്റ്. ആ ഫസ്റ്റ് കാണുന്ന പോർഷനിൽ വേറൊരു ഫാമിലി, അപ്പുറത്തെ പോർഷനിലാണ് ഞങ്ങൾ. അവിടെ ഇപ്പോൾ ആരും ഇല്ല. അവർ വെക്കേറ്റ് ആയിട്ട് പോയി കേട്ടോ. വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം പുതിയ ആൾക്കാർ ഇനി വരണം. അപ്പോൾ അവിടെ എന്തൊക്കെയോ പരിപാടി കാരണം അവരിപ്പോൾ ഉടനെ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാജേഷിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടീനെയും വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. നടന്നാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഞങ്ങൾ രാജേഷിൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ നിന്നാണ് കേട്ടോ കുളിക്കുകയൊക്കെ ചെയ്ത. ഡ്രസ്സൊക്കെ ഇവിടെ ആയിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അകത്ത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാജേഷൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇന്നും ഞാനിവിടെ ഫുഡൊന്നും വെച്ചിട്ടില്ല. മൺഡേയും ഞാനൊന്നും വെച്ചില്ല കേട്ടോ. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് പാചകമൊക്കെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ അവിടെ പോയി ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കേട്ടോ. ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒന്ന് നല്ല ടയേർഡാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരു ചായ ഇട്ടു. ഇവിടെ ചായയാണ്. ഞങ്ങൾ ആദ്യത്തെ ദിവസം ചായ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു പരിപ്പോടെയൊക്കെ കഴിക്കുകയാണ്. രാജേഷിനും പുറത്ത് പോയി ഒരു പരിപ്പോടെയൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഭഗവാന്മാരെയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഒരു മേശ എടുത്തിട്ട് അവിടെ വെച്ചു. പിന്നെ TV ഞങ്ങൾ പ്രത്യേക ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ നമ്മൾ തൂക്കിയിടുന്ന രീതി ഉണ്ടല്ലോ, ഹാങ് ചെയ്യുന്ന രീതി, അതുപോലെ അതിലിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പുറത്തൊന്ന് മഞ്ഞളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇനിയിപ്പം നാളെ തൊട്ട് ട്യൂസ്ഡേ തൊട്ട് രാഷണം ജോലിക്ക് പോകും. പൊന്നുകുട്ടിക്കും കാരണം കൊണ്ട് സ്കൂളിൽ പോകണം. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കണം. ചെറിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് പേര് കാണുന്നൊക്കെ ഉണ്ട്. എന്തായാലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരോടും. പിന്നെന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അപ്പോൾ ദേ മഞ്ഞൾ വന്നു. മഞ്ഞൾ സൂപ്പർ മാർക്കറ്റ് ചേർത്തലയിൽ കേട്ടോ. അത് വീഡിയോസൊന്നും ഞാൻ അകത്തോട്ട് എടുത്തില്ല കേട്ടോ. അതിന് ശേഷം ദേ വീട്ടിൽ വന്ന് എല്ലായിടും ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ട് കേട്ടോ. കാരണം ട്യൂസ്ഡേ തൊട്ട് ഇനി യുദ്ധം തുടങ്ങണമല്ലോ. നമ്മുടെ യുദ്ധക്കളം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണല്ലോ. അപ്പം എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടു. ദേ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൽ അത്യാവശ്യം എല്ലാം സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കേട്ടോ. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.